1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. PV അൻവറിന്റെ പരാമർശത്തിന് നേരിട്ട് മറുപടി പറയാതെ ആര്യടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സജ്ജമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും UDF. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് 2 മാസം മുൻപാണ്. വലിയൊരു ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ UDFന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത്. അത് രാജിയുടെ കാരണവും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാം. ഇതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. പലപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതം, ചിലർക്ക് പ്രതീക്ഷിതമാണ്, ചിലർക്ക് അപ്രതീക്ഷിതമാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു കമന്റ് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിലമ്പൂരിൽ UDFന് പിന്തുണ നൽകുമെന്നും DCC പ്രസിഡന്റ് VS ജോയിയാണ് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്നുമുള്ള PV അൻവറിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനോട് പ്രതികരിക്കാനില്ലെന്ന മറുപടിയാണ് ആര്യടൻ ഷൗക്കത്ത് നൽകിയത്. UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുക. DCC പ്രസിഡന്റ് VS ജോയും KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താനും ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത്. UDFനെ പിന്തുണയ്ക്കുമെന്ന അൻവറിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. ആരാണ് ആര്യടൻ ഷൗക്കത്ത്? സിനിമാക്കാരനല്ലേ എന്ന് പറയുന്നതിന് പിന്നിൽ ഈ അൻവറിന്റെ ആ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ്? അല്ല, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, വനമേഖലയുടെ കാര്യത്തിൽ ജോയ് വരണമെന്ന് അൻവർ പറയുമ്പോൾ താങ്കൾ തന്നെ ആദ്യം പ്രതികരണം നടത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് അൻവറിന് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ വൈകി എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോ അത് അൻവർ പറയുന്നതിന് ഒരു വൈരുദ്ധ്യം താങ്കൾക്ക് എന്തെങ്കിലും? അല്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ജോയി DCC പ്രസിഡന്റാണ്, ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനൊന്നും തർക്കമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് VS ജോയിയുടെ പേര് നിർദ്ദേശിക്കുന്നു. അപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ്, അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പൂർ, അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാ സന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട്. കാരണം ഞങ്ങളിവിടെ കഴിഞ്ഞ പാർലമെന്റ് 2 മാസം മുൻപ് നടന്ന 2-3 മാസം മുൻപ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും 63,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അത്രയല്ലെങ്കിലും അതിനടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അല്ല, അത് പാർട്ടി ആവശ്യപ്പെടുമ്പോഴല്ലേ, അതൊന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ആരായാലും നമുക്കൊരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഒരു നിരുപാധികമായ പിന്തുണ തന്നു കഴിഞ്ഞാൽ ആരാ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. അതിൽ സംശയം എന്താ ഉള്ളത്? അൻവർ ആര്യടൻ ഷൗക്കത്തിനെ പറ്റി നടത്തിയ പരാമർശത്തിലും ഷൗക്കത്ത് പ്രതികരിച്ചില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.